ഹലോ, ലീഡ് കോഡിലെ ഇന്റർസെക്ഷൻ ഓഫ് ടു അറേസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 349 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് അറേ, ഹാഷ് ടേബിൾ, 2 പോയിന്റേഴ്സ്, ബൈനറി സെർച്ച് ആൻഡ് സോർട്ടിംഗ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് given two integer arrays nums 1 and nums 2, return an array of the intersection. Each element in the result must be unique and you may return the results in any order. ഈ വീഡിയോ നമ്മൾ 3 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് തറവായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സൊല്യൂഷൻ ഇന്റർസെക്ഷൻ മെത്തേഡ് വെച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ തേർഡ് പാർട്ടായിട്ട് വീഡിയോൻ്റെ സോർട്ടിംഗ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് സൊല്യൂഷൻ 2. ഇതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി എങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഔട്ട്പുട്ടിലുള്ള എലിമെൻറ്റ്സ് യൂണീക്ക് ആയിരിക്കണം. അതുപോലെ ഇന്റർസെക്ഷൻ എന്ന് ഇവർ ഉദ്ദേശിച്ചത് 2 അറേ ഉണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സിനാണ് ഇന്റർസെക്ഷൻ എന്ന് ഇവർ ഉദ്ദേശിക്കണം. അപ്പോൾ അതാണ് ഞാനിവിടെ യൂണീക്ക് എലിമെൻറ്റ്സ് ആയിരിക്കണം, അതുപോലെ കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് മതി എന്ന് എഴുതിയേക്കണം. എക്സാമ്പിളായിട്ട് നംസ് 1 എന്ന് പറഞ്ഞൊരു അറേ അവർ തന്നേക്കുന്നത് 1 2 2 1, നംസ് 2 ആയിട്ട് അവർ തന്നേക്കുന്നത് 2 2. അപ്പോൾ നമ്മൾ നംസ് 2 2 എടുത്തു, എന്നിട്ട് നമ്മൾ നംസ് 1 ഉണ്ടോ നോക്കി, അപ്പോൾ ഇതുണ്ട്. അപ്പോൾ നമുക്കത് ഔട്ട്പുട്ടിലേക്ക് അപ്പൻഡ് ചെയ്യാം. അതാണ് ഈ 2 വന്നേക്കണം. ഞാൻ അടുത്ത 2 നോക്കി, അതും നംസ് 1 പക്ഷേ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ട് നമുക്ക് യൂണീക്ക് ആയിരിക്കണം ഔട്ട്പുട്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഓൾറെഡി 2 എഴുതിയോണ്ട് ഇനി വീണ്ടും ഇത് എഴുതാൻ നിൽക്കണ്ട. ഇനി 1 നമുക്ക് നംസ് 2 ഇല്ല, അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്ത എക്സാമ്പിളിൽ നംസ് 1 എന്ന് പറഞ്ഞ അറിയിലുള്ളത് 495, നംസ് 2 എന്ന് പറഞ്ഞ അറിയിലുള്ളത് 94984. അപ്പോൾ നമ്മൾ അതിൽ തന്നെ 9 നോക്കി, നമ്മുടെ നംസ് 1 അറിയിലുണ്ടോ നോക്കി, അപ്പോൾ അതുണ്ട്. അപ്പോൾ നമുക്കത് ഔട്ട്പുട്ടിലേക്ക് അപ്പൻഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ 4 നോക്കി, 4ഉം നംസ് 1 എന്ന് പറഞ്ഞ അറിയിലുണ്ട്, നമുക്കത് വീണ്ടും അപ്പൻഡ് ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും 9 നോക്കി, അപ്പോൾ നംസ് 1 പക്ഷെ ഓൾറെഡി നമ്മളിവിടെ 9 ഔട്ട്പുട്ടിലേക്ക് അപ്പൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂണീക്ക് ആയിരിക്കണം, എലിമെൻറ്റ്സ് ആയിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ്സ് പാടില്ല. അതുകൊണ്ട് നമുക്കത് വീണ്ടും ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത് വേണ്ട. ഇനി അടുത്ത 8 നോക്കി, 8 നമ്മുടെ നംസ് 1 ഇല്ല, അപ്പോൾ അതും വേണ്ട. 4 ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, 5 നമ്മുടെ നംസ് 2 അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 9,4 ആണ്. ആദ്യത്തെ മെത്തേഡ് ഇന്റർസെക്ഷൻ മെത്തേഡ്. അതിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ നംസ് 1 എന്ന് പറഞ്ഞ നമ്മുടെ അറേയിൽ അതൊരു സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ നംസ് 1 ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് റിമൂവ് ആക്കി യൂണീക്ക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രം നമ്മുടെ സെറ്റിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു എംപ്റ്റി അറേ സ്റ്റോർ ചെയ്യും. അതിനുശേഷം നമ്മൾ നംസ് 2 ഓരോ എലിമെൻ്റ് എടുത്തിട്ട് കമ്പയർ ചെയ്യും നമ്മുടെ ഈ സെറ്റിലുണ്ടോയെന്ന്. അപ്പോൾ ഈ സെറ്റിൽ യൂണീക്ക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ നംസ് 2 നമ്മുടെ സെറ്റിലുള്ള കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എംപ്റ്റി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അറേയിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ ഇനിയിപ്പം 2 പ്രാവശ്യം നംസ് 2 ഒരു എലിമെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ എക്സാമ്പിളിൽ ഇവിടെ 2 വട്ടം 9 ഉണ്ടായിരുന്നു. നമുക്ക് പക്ഷേ റിസൾട്ടിൽ ഒറ്റ വട്ടം മതി. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാനേക്കാൾ മുമ്പ് ഈ നംസ് 1 9 നമ്മൾ റിമൂവ് ചെയ്യും. അതാണ് ഈ സ്റ്റെപ്പ്. നമ്മൾ ഐറ്ററേഷൻ നടക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാണ്ടിരിക്കാൻ, റിസൾട്ട് സെറ്റിൽ വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നംസ് 1 ആയിട്ട് നമുക്ക് 495 ആണ് ആദ്യത്തെ എക്സാമ്പിളിലുള്ള. നംസ് 2 ആയിട്ട് 94984. നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ നംസ് 1 എന്ന് പറഞ്ഞ അറേനെ നമ്മൾ സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് റിമൂവ് ചെയ്യും, യുണീക്ക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രം വരും. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് 495 ആണ്. ഈ നംസ് 2 എന്ന് പറഞ്ഞ അറേയിൽ 94984. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ നംസ് 2 ആദ്യത്തെ എലിമെൻ്റ് എടുക്കും 9. അത് നമ്മുടെ സെറ്റിലുണ്ടോ നോക്കും. അപ്പോൾ നമ്മുടെ സെറ്റിലുണ്ട്. ഇപ്പോൾ 2 കോമൺ വരുന്ന എലിമെൻ്റ് ആണ് 9. നമ്മളത് നമ്മുടെ റിസൾട്ടിലേക്ക് ആഡ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൽ നിന്ന് നമ്മൾ ഈ 9 റിമൂവ് ചെയ്യും. കാരണം ഇനി ഒരു 9 വരാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ആഡ് ചെയ്യും. അതിന് പകരം നമ്മൾ ഇപ്പോൾ തന്നെ ഇത് കളയും. ഇനി നമ്മൾ 4 നോക്കി, 4 നോക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സെറ്റിൽ നമുക്ക് 4ഉം ആഡ് ചെയ്യാം. ഇനി അടുത്ത 9 നോക്കി, അടുത്ത 9 നോക്കുമ്പോൾ സെറ്റിൽ നിന്ന് ഓൾറെഡി നമ്മളുണ്ടായിരുന്ന 9 റിമൂവ് ചെയ്തു. അപ്പം നമുക്ക് കോമൺ ആയിട്ട് എലിമെന്റ് 9 എന്ന് പറയാൻ പറ്റില്ല. ഇത് പിന്നെ ഇനി ആഡ് ചെയ്യേണ്ട. ഇങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. 8 നോക്കിയപ്പോൾ നമ്മുടെ സെറ്റിലില്ല, 4 നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ ആഡ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യാൻ മറന്നു വരുന്നത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ റിസൾട്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യുന്നത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 4 നോക്കി നമ്മുടെ സെറ്റിലില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ആഡ് ചെയ്യേണ്ട നമ്മുടെ റിസൾട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 9,4. ഇതാണ് ഇന്റർസെക്ഷൻ മെത്തേഡ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) തന്നെയാണ്. മെമ്മറി ഇത്തിരി കൂടിയും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്
നമുക്ക് സോർട്ടിങ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് എന്നിൽ നിന്ന് O(n) ആക്കി മാറ്റാൻ പറ്റും. പക്ഷേ ആ കേസിൽ ടൈം കോംപ്ലക്സിറ്റി കുറച്ചും കൂടി കൂടുള്ളൂ. അത് O(n) log n ആവും. എന്തായാലും അതിൽ സോർട്ടിങ് മെത്തേഡ് വെച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാനും കൂടി നമുക്ക് നോക്കാം. ഇനി സോർട്ടിങ് മെത്തേഡ് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ 2 അറേസും സോർട്ട് ചെയ്ത് വയ്ക്കും അസെൻഡിങ് ഓർഡറിൽ. അതിനുശേഷം നമ്മൾ 2 പോയിന്റേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ 2 അറേ കൂടി ട്രാവൽ ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് നോക്കും. ആദ്യത്തെ അറേയിലുള്ള എലമെന്റ് ലെസ് ദാൻ രണ്ടാമത്തെ അറേയിലുള്ള എലമെന്റ് ആണെങ്കിൽ നമ്മൾ I എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. അതുപോലെ ആദ്യത്തെ അറേയിലുള്ള എലമെന്റ് ഗ്രേറ്റർ ദാൻ രണ്ടാമത്തെ അറേയിലുള്ള എലമെന്റ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് പോയിന്ററായ J ഐട്രേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ 2 അറേയിലുള്ള എലമെന്റ്സ് സെയിം ആണെങ്കിൽ നമ്മളത് റിസൾട്ടിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ കണ്ടീഷൻ നോക്കുക, യുണീക്ക് ആയിട്ടുള്ളത് മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ I എന്ന് പറഞ്ഞ പോയിന്ററും J എന്ന് പറഞ്ഞ പോയിന്ററും ഇൻക്രിമെന്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി O(n) log n ആണ്. പക്ഷേ സ്പേസ് കോംപ്ലക്സിറ്റി കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇത് O(1) ആണ്. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു 2 അറേസ്. അപ്പോൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി O(n) log n ആണ്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യണം 2 അറേ കൂടി നമുക്ക് ഐട്രേറ്റ് ചെയ്യണം. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) log n ആണ്. അപ്പോൾ സോർട്ടിങ് മെത്തേഡ് വെച്ച് ഈ ക്വസ്റ്റ്യൻ കൂടി മനസ്സിലാക്കാനായിട്ട് ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് nums1 എന്ന് പറഞ്ഞ അറേയിൽ 4, 5, 9 എന്ന് പറഞ്ഞ എലമെന്റും nums2ൽ 4, 4, 8, 9, 9 എന്ന് പറഞ്ഞ എലമെന്റ്സും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ 2 പോയിന്റർ ഇനീഷ്യേറ്റ് ചെയ്യും. I എന്ന് പറഞ്ഞ പോയിന്ററും J എന്ന് പറഞ്ഞ പോയിന്ററും. 2 അറേന്റെ ആദ്യത്തെ എലമെന്റിൽ നമ്മളിത് പ്ലേസ് ചെയ്യും. അപ്പോൾ I ഇപ്പോൾ ഇരിക്കുന്നത് nums1ൽ 4 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെന്റ് ആയ 4 എന്ന് പറഞ്ഞതിന്റെ പൊസിഷനിലാണ്. J ഇരിക്കുന്നതും 4 എന്ന് പറഞ്ഞ ഫസ്റ്റ് പൊസിഷനിലാണ് nums2ൽ. നമ്മൾ നോക്കുമ്പോൾ 2 അറേയിലും വരുന്ന എലമെന്റ്സ് സെയിം ആണ്. അപ്പോൾ സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ നമ്മൾ റിസൾട്ടിലേക്ക് അത് ആഡ് ചെയ്യും. എന്നിട്ട് I എന്ന് പറഞ്ഞ പോയിന്ററും J എന്ന് പറഞ്ഞ പോയിന്ററും നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 1ൽ അവർ ചെയ്യണത്. ഇനി സ്റ്റെപ്പ് 2ൽ അടുത്ത ഐട്രേഷൻ വരുമ്പോൾ I അപ്പോൾ ഇപ്പോൾ ഒരു പൊസിഷൻ നീങ്ങി. കാരണം I നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ Iയും Jയും നീങ്ങി. അപ്പോൾ I ഇപ്പോൾ ഉള്ളത് 5 എന്ന് പറഞ്ഞ എലമെന്റിലാണ്. J ഉള്ളത് 4 എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തു. ഇത് രണ്ട് സെയിം അല്ല. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് ആഡ് ചെയ്യേണ്ട. ആദ്യത്തെ അറേയിലെ എലമെന്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് അറേയിലെ എലമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഈ പോയിന്ററാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് I ഉള്ളത് 5ൽ തന്നെയാണ്, J ഉള്ളത് 8ലും. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഇത് നമുക്ക് റിസൾട്ടിലേക്ക് ആഡ് ചെയ്യണ്ട. നമ്മൾ നോക്കിയപ്പോൾ 5 ലെസ് ദാൻ 8 ആണ്. അപ്പോൾ നമുക്ക് I ആണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. 5 സ്ലൈഡ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ I ഇപ്പോൾ ഉള്ളത് 9 എന്ന് പറഞ്ഞ എലമെന്റിലും J ഉള്ളത് 8ലും ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ J ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ J ഉള്ളത് 9ലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ Iയിലും Jയിലും വാല്യൂസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ റിസൾട്ടിലേക്ക് അപ്പെൻഡ് ചെയ്യണം. ഇനി നമുക്ക് Iയും J ഇൻക്രിമെന്റ് ചെയ്യണം. പക്ഷേ nums1ലെ അറേയിലെ ലെങ്ത് തീർന്നു. ഇനി ഇത് ഇൻക്രിമെന്റ് ചെയ്യാനില്ല. അപ്പോൾ ഈ ഐട്രേഷൻ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഈ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി ഒപ്റ്റിമൈസ്ഡ് ആണ്, O(1) ആണ്. പക്ഷേ ടൈം കോംപ്ലക്സിറ്റി O(n) log n ആണ്. കാരണം ഇവിടെ സോർട്ടിങ് നടക്കണം. അതിന് തന്നെ നമ്മൾ ഈ 2 അറേസും സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അസെൻഡിങ് ഓർഡറിൽ ഇല്ലേ. അപ്പോൾ സോർട്ടിങ്ങിന് O(n) log n വേണം. അതുപോലെ ഈ ഐട്രേഷൻ നടക്കാനും O(n) വേണം ടൈം കോംപ്ലക്സിറ്റി. അപ്പം ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) log n ആണ്. നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഇന്റർസെക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ O(n) ആയിരുന്നു. അതായിരുന്നു കുറച്ചും കൂടി നല്ല ടൈം കോംപ്ലക്സിറ്റി ഉള്ള സൊല്യൂഷൻ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ സൊല്യൂഷൻ 1 ഇന്റർസെക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്തപ്പോൾ ടൈം കോംപ്ലക്സിറ്റി O(n) അതാണ് കുറച്ചും കൂടി ബെറ്റർ ദാൻ രണ്ടാമത്തെ സൊല്യൂഷനായ സോർട്ടിങ് മെത്തേഡ് O(n) log n. അതിൽ ടൈം കോംപ്ലക്സിറ്റിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പം ഇത് ഇത്തിരി കൂടി നിങ്ങൾക്ക് എളുപ്പമാവാനായിട്ട് ഞാനിവിടെ ജനറലായിട്ട് വരുന്ന ടൈം കോംപ്ലക്സിറ്റിയും അതിൻ്റെ സ്പീഡ് വൈസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് O(1) അതായിരിക്കും ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ, ഏറ്റവും സ്പീഡിൽ പ്രോസസ്സ് ചെയ്യണത്. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(1) അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ടൈം കോംപ്ലക്സിറ്റിയുടെ കേസിൽ. പിന്നത്തെ വരുന്നത് O(log n) ആണ്. അത് ലോഗരിതമിക് ടൈം എന്നാണ് നമ്മൾ പറയുക. ബൈനറി സെർച്ചിൻ്റെ എക്സാമ്പിളിലൊക്കെയും ടൈം കോംപ്ലക്സിറ്റി വരുന്നത് O(log n) ആണ്. ഇനി ലീനിയർ ടൈം നമ്മൾ പറയുന്നത് O(n) ആണ്. അത് ഇൻപുട്ട് അറേയിലുള്ള അല്ലെങ്കിൽ ഇൻപുട്ടിലുള്ള ലെങ്ത് കൂടുന്നതനുസരിച്ച് ടൈം കൂടും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് O(n) ലീനിയർ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്.
ഇനി O(n) log എന്ന് പറയുന്നത് ലീനിയർ അരിത്മാറ്റിക് ടൈം കോംപ്ലക്സിറ്റി ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സോർട്ടിംഗ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞതൊക്കെ ഇതിന് വരുന്ന ഒരു എക്സാമ്പിളാണ്. ഇനി O(n²) എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ടൈം കോംപ്ലക്സിറ്റി ആണ്. ഇപ്പം നെസ്റ്റഡ് ലൂപ്പ്, അതായത് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെലക്ഷൻ സോർട്ട് അൽഗോരിതത്തിലൊക്കെയും ക്വാഡ്രാറ്റിക് ടൈം കോംപ്ലക്സിറ്റി ആണ് ജനറലി വരുന്നത്. ഇനി O(2) എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ടൈം കോംപ്ലക്സിറ്റി ആണ്. നമുക്ക് റിക്കർസീവ് ആയിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് അതേ ഫംഗ്ഷൻ വീണ്ടും ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ ഉപയോഗിച്ചു, അങ്ങനത്തെ എക്സാമ്പിൾസിൽ നമുക്ക് എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ടൈം കോംപ്ലക്സിറ്റീസ് ആണ് വരുന്നത്. ഇനി ഫാക്ടോറിയൽ ടൈം കോംപ്ലക്സിറ്റിയാണ് ഏറ്റവും വേഴ്സ്റ്റ് കേസ്. ഇത് ഏറ്റവും സ്ലോ ആയിട്ടുള്ളതായിരിക്കും. ഇത് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ ഇന്നലത്തേക്കും എക്സാമ്പിൾസിൽ. അപ്പം നമുക്ക് ഓരോ ഇൻപുട്ട് എടുത്ത് ബാക്കി എല്ലാ എലിമെൻസുമായിട്ട് എന്തെങ്കിലും സമ്മോ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n ഫാക്ടോറിയൽ ആണ്. അതായിരിക്കും ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഇനി പൈത്തൺ വെച്ചിട്ട് അങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻ്റർസെക്ഷൻ മെത്തേഡിൻ്റെ സൊല്യൂഷനാണ് ഇതിനെ. നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ആദ്യത്തെ അറേൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ യൂണിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രം ആ സെറ്റിൽ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു റിസൾട്ട് അറേക്ക് വേണ്ടി ഒരു empty array ഇനിഷ്യേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ nums2-ലെ ഓരോ എലിമെൻറ്റും എടുത്ത് കമ്പയർ ചെയ്യും ഈ സെറ്റിലെ എലിമെൻറ്റ്സ് ആയിട്ട്. എന്നിട്ട് അത് രണ്ടിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ യൂണീക്ക് ആയിട്ട് വരുന്നത് നമ്മൾ റിസൾട്ട് അറേയിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമുക്ക് വീണ്ടും കോമൺ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ളത് റിസൾട്ടിൽ വരാണ്ടിരിക്കാൻ നമ്മൾ നമ്മുടെ ഈ യൂണിക് സെറ്റിൽ നിന്ന് ആ എലിമെൻറ്റ് റിമൂവ് ചെയ്യും ഓരോ പ്രാവശ്യം റിസൾട്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിനെ നമുക്ക് ആദ്യത്തെ അറേയിലെ എലിമെൻറ്റ്സ് ഒരു സെറ്റിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ആയി പോയിക്കോളും. അതിനുശേഷം നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു empty array ഇനീഷ്യേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ അറേയായ nums2-ലെ ഓരോ എലിമെൻറ്റ്സിൽ കൂടെ ഇറ്ററേറ്റ് ചെയ്യാം. കമ്പയർ വിത്ത് ഓരോ എലിമെൻറ്റ്സ് ഇൻ nums1. പക്ഷേ നമ്മൾ ഈ സെറ്റിൽ കൂടെ ആയിരിക്കും തെറ്റിപ്പോയി. ഇനി ഇതിന് ശേഷം നമ്മൾ nums2 എന്ന് പറഞ്ഞ അറേയിലെ ഓരോ എലിമെൻ്റ് എടുത്തിട്ട് കമ്പയർ ചെയ്യും നമ്മുടെ പുതിയ സെറ്റിൽ ഉണ്ടോയെന്ന്. രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മളത് റിസൾട്ടിലേക്ക് അപ്പൻഡ് ചെയ്യും. എന്നിട്ട് ഈ സെറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്യും. അതിന് വേണ്ടി നമുക്കൊരു ഫോർ ലൂപ്പ് എഴുതാം. റിസൾട്ടിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ സെറ്റിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യും വേണം. അതിനുശേഷം നമുക്ക് റിസൾട്ട് റിട്ടേൺ ചെയ്യാം. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ട് കേസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്, സ്പേസ് കോംപ്ലക്സിറ്റിയും O(n) തന്നെയാണ്. അപ്പം ഇൻ്റർസെക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം നമുക്ക് മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മെത്തേഡായ സോർട്ടിംഗ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. സോർട്ടിംഗ് മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് രണ്ട് അറേസും സോർട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ രണ്ട് പോയിന്റേഴ്സ് i യും g യും ഇനീഷ്യേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അറേ കൂടെ ഐട്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓരോ എലിമെൻറ്റ് സെയിം ആണോ ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ ചെക്ക് ചെയ്യാനനുസരിച്ച് നമ്മുടെ പോയിന്റേഴ്സ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് യൂണീക്കായിട്ട് വരുന്ന രണ്ട് അറേയിലും യൂണീക്കായിട്ട് വരുന്ന എലിമെൻറ്റ്സ് നമ്മൾ റിസൾട്ടിലേക്ക് അപ്പൻഡ് ചെയ്യും. ഇത് പൈത്തൺ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം.
നമുക്ക് അതിന് തന്നെ രണ്ട് അറേസും സോർട്ട് ചെയ്യാം. എലിമെൻറ്റ്സ് ഒക്കെ അസെൻഡിങ് ഓർഡറിൽ ഓർഡർ ചെയ്ത് വന്നത്. അതിനുശേഷം നമുക്ക് രണ്ട് പോയിന്റേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാം. ഐയും ചെയ്യുന്നു പറഞ്ഞ രണ്ട് പോയിന്റേഴ്സ്. അതുപോലെ നമുക്ക് റിസൾട്ട് അറേയും ഇനീഷ്യേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അറേ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മളൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഐ എന്ന് പറഞ്ഞ പോയിന്റർ nums1 എന്ന് പറഞ്ഞ അറേ കൂടിയാണ് ഐട്രേറ്റ് ചെയ്യണം. അപ്പം ലെങ്ത് ഓഫ് nums1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ചിൽ കൂടെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജെ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നത് nums2 എന്ന് പറഞ്ഞ അറേ കൂടിയാണ്. അപ്പം ജെ ലെസ് ദാൻ ലെങ്ത് ഓഫ് nums2. ഇതാണ് കണ്ടീഷൻസ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ആദ്യത്തെ അറേയിലെ ith പൊസിഷനിലുള്ള എലിമെൻറ്റ് ലെസ് ദാൻ രണ്ടാമത്തെ അറേയിലെ jth പൊസിഷനിലുള്ള എലിമെൻ്റ് ആണെങ്കിൽ നമ്മൾ ഐ എന്ന് പറഞ്ഞ പോയിന്റർ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. ഈസ് ലെസ് ദാൻ nums2 ഓഫ് ജെ. നമുക്ക് അതിലാണ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അപ്പം ഐ പ്ലസ് ഈക്വൽ ടു 1. ഇനി അതുപോലെ തന്നെ if nums1 of I is greater than nums2 of j, നമ്മൾ ജെ എന്ന് പറഞ്ഞ പോയിന്റ് ഇൻക്രിമെൻ്റ് ചെയ്യാം. ഇനി തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ റിസൾട്ടിലേക്ക് ഇത് ആഡ് ചെയ്യാം. യുണീക്ക് ആയിട്ട് വല്ല ഇത് രണ്ട് പോയിന്റേഴ്സ് ഇൻക്രിമെൻ്റ് ചെയ്യാം. കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് നമ്മൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയാം എം ടി അറേയിലേക്ക് അപ്പൻഡ് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ഐ എന്ന് പറഞ്ഞ പോയിന്ററും ജെ എന്ന് പറഞ്ഞ പോയിന്ററും ഇൻക്രിമെൻ്റ് ചെയ്യും. ഐ പ്ലസ് ഈക്വൽ ടു 1 ജെ പ്ലസ് ഈക്വൽ ടു 1. എന്നിട്ട് നമ്മൾ റിസൾട്ട് ഔട്ട്പുട്ട് ചെയ്യും. റിസൾട്ട്. അപ്പോൾ ഇവിടെ ഇത് ഈഫ് നോട്ട് റിസൾട്ട് ഓർ nums1 ഓഫ് ഐ ഈസ് നോട്ട് ഈക്വൽ ടു റിസൾട്ട് -1. ഇതും ഈ കോമൺ എലിമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള തന്നെ ഒരു മെത്തേഡാണ്. കാരണം ഇപ്പം റിസൾട്ട് എം ടി ആണ്, അല്ലെങ്കിൽ റിസൾട്ടിൽ ഇതുവരെയും നമ്മളിപ്പോൾ നോക്കണ ഐ എന്ന് പറഞ്ഞ എലിമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താ, ഓർ നമ്മൾ nums1 എന്ന് പറഞ്ഞ അറേയിലുള്ള എലിമെൻറ്റ് ഇതുവരെയും റിസൾട്ടിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലാന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഈ കണ്ടീഷൻ. ഇതെന്ന് പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ റിസൾട്ട് ആദ്യം തന്നെ ഇനീഷ്യലി എം ടി എറിയാണ്, അതിലേക്ക് ആദ്യത്തെ എലിമെൻറ്റ് വരുമ്പോൾ ഈ കണ്ടീഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യോ, അതല്ല ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് എന്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ കണ്ടീഷൻ. അപ്പം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു രണ്ടിലും കോമൺ ആയിട്ട് വരുന്നൊരു യൂണിക് ആയിട്ടുള്ള എലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ റിസൾട്ടിലേക്ക് അപ്പൻഡ് ചെയ്യണം. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. രണ്ട് കേസും ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല, ഓഫ് n log n ആണ്. പക്ഷേ സ്പേസ് കോംപ്ലക്സിറ്റി ഇതിൻ്റെ ഒപ്റ്റിമൈസ്ഡ് ആണ്, O(1) ആണ്. ഈ സൊല്യൂഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ലീക്വഡ് പ്രോബ്ലംസ് ഇനിയും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞ സോർട്ടിംഗ് മെത്തേഡ്, ഇൻ്റർസെക്ഷൻ മെത്തേഡ് അല്ലാണ്ട് വേറെ രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.